അലനല്ലൂർ കോഓപ്പറേറ്റീവ് അർബൻ ക്രെഡിറ്റ് സൊസൈറ്റി നൂതനമായ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ജനകീയ പങ്കാളിത്തമുള്ള പുതിയ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അലനല്ലൂർ കോഓപ്പറേറ്റീവ് അർബൻ ക്രെഡിറ്റ് സൊസൈറ്റി ഹെഡ് ഓഫീസ് അലനല്ലൂർ, ബ്രാഞ്ച് എടത്തനാട്ടുകര. അലനല്ലൂർ കണ്ണംകുണ്ട് പാലത്തിന് സംസ്ഥാന ബജറ്റിൽ ഇത്തവണയും 1 കോടി രൂപ വകയിരുത്തിയതോടെ പ്രതീക്ഷകൾക്ക് വീണ്ടും ചിറകുവെക്കുന്നു. 2022-2023 ബജറ്റിലും പാലത്തിന് 1 കോടി രൂപ വകയിരുത്തിയിരുന്നു. ഭരണാനുമതിയും സാങ്കേതിക അനുമതിയും ലഭ്യമാക്കി എത്രയും പെട്ടെന്ന് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് എൻ ഷംസുദ്ദീൻ MLA അറിയിച്ചു. ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിൽ മണ്ഡലത്തിൽ നിന്ന് നിർദ്ദേശിച്ച പ്രവൃത്തികൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് എൻ ഷംസുദ്ദീൻ MLA അറിയിച്ചു. കണ്ണംകുണ്ട് പാലത്തിന് ഇത്തവണയും 1 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. 2022-2023 ബജറ്റിൽ ഇതേ പ്രവൃത്തിക്ക് 1 കോടി രൂപ വകയിരുത്തിയിരുന്നു. ഇത്തവണ ബജറ്റിൽ 3 കോടി രൂപയെങ്കിലും വകയിരുത്തണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. 2 തവണകളായി 2 കോടി രൂപ വകയിരുത്തിയ പ്രവൃത്തിയെന്ന നിലയിൽ കണ്ണംകുണ്ട് പാലം നിർമ്മാണത്തിന് ഇത്തവണ ഭരണാനുമതിയും സാങ്കേതികാനുമതിയും നേടി നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് MLA അറിയിച്ചു. 2013 UDF ഭരണകാലത്ത് കണ്ണംകുണ്ട് റോഡ് നവീകരണത്തിനൊപ്പം പാലത്തിനും ഫണ്ട് അനുവദിച്ചിരുന്നെങ്കിലും ആവശ്യമായ സ്ഥലം വിട്ടുകിട്ടാതെ വന്നതോടെ പാലം നിർമ്മാണം ബാക്കിയായി. സ്ഥലം ഏറ്റെടുപ്പ് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 8 കോടി രൂപ അനുവദിച്ച് പാലം നിർമ്മാണത്തിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചെങ്കിലും 10 കോടിയിൽ താഴെയുള്ള പ്രവൃത്തികൾക്ക് കിഫ്ബി ഫണ്ട് അനുവദിക്കാൻ കഴിയില്ലെന്ന കാരണത്താൽ പദ്ധതി വീണ്ടും നീളാൻ കാരണമായി. തുടർന്ന് വന്ന വർഷങ്ങളിൽ കോവിഡ് പ്രതിസന്ധി നേരിട്ടതോടെ പാലം നിർമ്മാണം വീണ്ടും നീളുകയായിരുന്നു. പ്രദേശത്തുകാരുടെ ദീർഘകാലമായുള്ള സ്വപ്നമാണ് കണ്ണംകുണ്ടിൽ കോസ്വേക്ക് പകരം പുതിയ പാലം.